നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു സംഭവം തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ മരണം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുക്കാനുള്ള നടപടി CBI ആരംഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CBIക്ക് അന്വേഷണം കൈമാറിയിട്ടില്ല, CBI അന്വേഷണം ഏറ്റെടുത്തില്ല എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ സിദ്ധാർത്ഥൻ്റെ പിതാവ് പല രീതിയിൽ പലരെയും, മുഖ്യമന്ത്രിയെയും ഗവർണറെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കം നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്ത് CBI കേരളത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നുവെന്ന വാർത്ത കൂടി ലഭിക്കുന്നത്. ദില്ലിയിൽ നിന്നും SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ CBI സംഘം കേരളത്തിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കേസ് അന്വേഷിക്കുന്ന കൽപ്പറ്റ DYSPയുമായി സംഘം കണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. മാർച്ച് 9-നാണ് സംസ്ഥാന സർക്കാർ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. പക്ഷേ കേസ് ഏറ്റെടുക്കാനായി CBI ഇതുവരെയും തയ്യാറായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിപ്പിച്ചത് എന്നുള്ള ചോദ്യമാണ് സിദ്ധാർത്ഥൻ്റെ പിതാവ് ഉയർത്തിയത്. സിദ്ധാർത്ഥൻ്റെ കുടുംബം വലിയ തോതിൽ തന്നെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു, ഹൈക്കോടതിയെ പോലും സമീപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് CBI സംഘം കേരളത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CBI ഈ കേസ് ഏറ്റെടുക്കാനായി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഒരു വിജ്ഞാപനം ഇറക്കണമെന്ന് ഇന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു ഇങ്ങനെ വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ശരിയായ കുറ്റവാളികളെ കണ്ടെത്താനും അവർക്ക് ശിക്ഷ മേടിച്ച് നൽകാനും സാധിക്കുമെന്നാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയും വ്യക്തമാക്കിയത്. CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടാൽ എന്ത് തരത്തിലുള്ള സാങ്കേതിക പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്, എന്ത് തരത്തിലുള്ള തടസ്സമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള ചോദ്യവും ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് CBIയും പറഞ്ഞിരിക്കുന്നത്. CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും എന്നാൽ അതിൻ്റെ കൂടി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ മേൽനോട്ടം വഹിക്കാത്തതിൻ്റെ കാര്യവും ചോദിക്കുകയുണ്ടായിരുന്നു. കോടതി രേഖകൾ കൈമാറാൻ കാലതാമസം എന്തിനു വെച്ചു എന്നുള്ളതും ചോദിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഇതിന് നൽകിയ മറുപടിയാകട്ടെ കാലതാമസം ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും കേസ് വേഗത്തിൽ തന്നെ CBIക്ക് കൈമാറിയെന്നും തന്നെയാണ് വാദിച്ചത്. പക്ഷേ കേസ് കൈമാറുന്നതിൽ ഓരോ നിമിഷം വൈകുന്നതിനെയും അത് കേസിനെ ബാധിക്കുമെന്ന വിഷയവുമൊക്കെ കോടതി എടുത്തു പറയുകയും ചെയ്തു. എത്രയും വേഗം ഒരു വിജ്ഞാപനം ഇറക്കണമെന്നും വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി തന്നെ ഒരു ഇടക്കാല ഉത്തരവിടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.